ലോകമെമ്പാടും കോടിക്കണക്കിന് ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളും വിവേചനവും നേരിടുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. പലയിടങ്ങളിലും ക്രൈസ്തവർ തങ്ങളുടെ മാതൃരാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതും സമാധാനം നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട വസ്തുതയാണെന്നും വ്യക്തമാക്കി. ലോകത്ത് 36 കോടിയിലധികം ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളും വിവേചനവും അനുഭവിക്കുന്നു. ഇതിന്റെ പേരിൽ കൂടുതൽ ആളുകൾ തങ്ങളുടെ മാതൃരാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ രാജ്യങ്ങളുടെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി 1995 മുതൽ നടന്നുവരുന്ന അനുരഞ്ജനത്തിനു വേണ്ടിയുള്ള പരിശുദ്ധ കുർബാന സിയോൾ കത്തീഡ്രലിൽ നടന്നു. കഴിഞ്ഞ ദിനം നടന്ന പരിശുദ്ധ കുർബാനയിൽ 2 ഭാഗത്തു നിന്നുള്ള കത്തോലിക്ക വിശ്വാസികൾ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നത്. എത്യോപ്യയിലെ ദൈവജനം സമാധാനത്തിനായി നിലവിളിക്കുകയാണ് എന്ന് എത്യോപ്യൻ ബിഷപ്സ് കോൺഫറൻസിന്റെ കുടുംബങ്ങളുടെയും യുവജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ കോർഡിനേറ്റർ ഫാദർ അബിനെറ്റ് അബേബെ തന്റെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനം സ്ഥാപിക്കാൻ എത്യോപ്യക്കാർ ജാഗ്രതയോടെ പരിശ്രമിക്കണമെന്നും എത്യോപ്യക്കാരുടെ ക്രിസ്മസ് ദിനമായ ജനുവരി 7 നടന്ന ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹവും ആനന്ദവും സമാധാനവും ഐക്യവും പങ്കുവെക്കാനായുള്ള നമ്മുടെ മാതൃരാജ്യത്തിന്റെ നിലവിളി നമ്മൾ വളരെ ഗൗരവമായി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങുന്നവരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന നിലയിൽ ശൈത്യം കഠിനമായതിനെ തുടർന്ന് പാവപ്പെട്ടവർക്കും അഗതികൾക്കും കൂടുതൽ സഹായമായി മാറിയിരിക്കുകയാണ് സാന്തേജീദിയോ സമൂഹം. ഭവനരഹിതർക്കായി പുതപ്പുകളും അന്തിയുറങ്ങാനുള്ള പ്രത്യേക ബാഗുകളും കമ്പിളി വസ്ത്രങ്ങളും പ്രത്യേകമായി ശേഖരിക്കാനാണ് ഈ സന്നദ്ധ സംഘടന പുതിയ സംരംഭം ആരംഭിച്ചത്. ഇറ്റലിയിൽ ഉൾപ്പെടെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ ശൈത്യകാലം കൂടുതൽ കനത്തതിനെ തുടർന്ന് നിസ്സംഗത കൈവെടിഞ്ഞ് സഹായഹസ്തമേകാൻ സാന്തേജീദിയോ സമൂഹം ഏവരെയും ആഹ്വാനം ചെയ്തു. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഹോമിന് കെട്ടിട നിർമ്മാണ നിയമം ലംഘിച്ചുവെന്നാരോപിച്ച് ഛത്തീസ്ഗഡ് ഭരണകൂടം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. നഗരത്തിലെ സെക്ടർ 23 സ്ഥാപനത്തോട് ഫെബ്രുവരി 10 വ്യക്തിപരമായ ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ കത്തോലിക്ക സ്ഥാപനം അതിന്റെ പരിസരത്തെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ പ്ലാന്റുകൾ സ്ഥാപിച്ച് കെട്ടിട നിർമ്മാണ നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് ഭരണകൂടം ആരോപിക്കുന്നത്. നോട്ടീസ് പുറപ്പെടുവിച്ച സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് 2020 ഒക്ടോബർ 9 മുതൽ ഒരു ദിവസം 53,000 രൂപ പിഴയായി ചുമത്തിയിരിക്കുകയാണ്. ഇതനുസരിച്ച് പിഴത്തുക ഏകദേശം 5.4 കോടി രൂപ വരും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.